നമസ്കാരം. സ്മൈൽ സെൻറ്റർ ഇന്ത്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ റൂട്ട് കനാൽ സംബന്ധിച്ച് ഒട്ടനവധി വീഡിയോകൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. ഡോക്ടർ റൂപേഷ് ഞങ്ങളുടെ പ്രോസ്റ്റോഡോണ്ടിസ്റ്റും ഡോക്ടർ കൗശിക് നമ്മുടെ എൻഡോഡോണ്ടിസ്റ്റും ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് ഡോക്ടർ റൂപേഷിനോടാണുള്ളത്. ഒരുപാട് സിറ്റുവേഷൻസിൽ ക്രൗൺ ചെയ്യുമ്പോൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്രൗൺ ചെയ്യുന്നതുകൊണ്ട് റൂട്ട് കനാൽ ഇല്ലാതെ ക്രൗൺ ചെയ്യുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാൻ സാധിക്കും? ഓക്കെ, ഡോക്ടർ കൗശിക്, നമ്മൾ ഈ സീരീസ് ഓഫ് റൂട്ട് കനാൽ ബേസ്ഡ് ലെക്ചറിന്റെ ഇടയിൽ ഡോക്ടർ കൗശിക് നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഒന്ന് പതുക്കെ പുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ ഡോക്ടർ കൗശിക് നമ്മുടെ അടുത്ത് പറയുകയുണ്ടായി, റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ഒരു ചെടിയുടെ ഉദാഹരണമൊക്കെ കാണിച്ച് അതിന്റെ സ്ട്രെങ്ത്, ഒടിയൽ, ബ്രിട്ടിൽ എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ ക്രൗൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി അണപ്പല്ലുകളുടെ ഭാഗങ്ങളിൽ എപ്പോഴും ഒരു ലോങ് ടേം സ്ട്രെങ്ത് അല്ലെങ്കിൽ പ്രോഗ്നോസ് എപ്പോഴും നല്ലൊരു ബേസ് ഉള്ളപ്പോഴാണ് നല്ലത്. അപ്പൊ ഈ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ദ പീരീഡ് ഓഫ് ടൈം, കുറെ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ ഇപ്പൊ ഡോക്ടർ കൗശിക് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഡ്രൈനെസ്സോ ബ്രിട്ടിൽനെസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അണപ്പല്ലുകളുടെ ഭാഗങ്ങളിൽ ചിലപ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം, മേ ബി 20 കൊല്ലം കഴിഞ്ഞായിരിക്കാം, ചിലപ്പോൾ അത് പൊടിയാനോ പൊട്ടാനോ ഉള്ള സാധ്യതകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ പ്രശാന്ത് ഇംപ്ലാന്റ് ചെയ്യാൻ, അതല്ല ഞാനോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതാണ് ഒരു കാരണം. ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, നമ്മൾ വേറെ കാരണങ്ങളൊന്നും ഇല്ലാതെ റൂട്ട് കനാൽ ചെയ്തിട്ട് ചെയ്യുന്നതാണോ ഡോക്ടർ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, റൂട്ട് കനാൽ ഇല്ലാതെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം ഡ്യൂറബിലിറ്റി റൂട്ട് കനാൽ ചെയ്യാത്ത പരിപാടിയിൽ ക്രൗൺ ചെയ്യുന്നതാണ്. പക്ഷെ ക്രൗൺ ചെയ്യുന്ന പലപ്പോഴും എന്തെങ്കിലും ഒരു കാരണം കാണണമല്ലോ. ചില കേസുകളിൽ നമ്മളിപ്പോ ഈ ക്രൗണിന്റെ ഫിറ്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഫിറ്റ് കറക്റ്റ് അല്ലാത്ത സിറ്റുവേഷനുകളിലോ, സിമെന്റിങ് പ്രോട്ടോകോളുകളൊന്നും നന്നായി ഫോളോ ചെയ്യാത്ത കേസുകളിലോ, ഈ ക്രൗണൊക്കെ ഫിക്സ് ചെയ്ത ശേഷം പല പേഷ്യന്റുകളും ചിലപ്പോൾ സെൻസിറ്റിവിറ്റി, പുളിപ്പ് ഉണ്ട് എന്ന് നമ്മളത് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പലപ്പോഴും പല ഡെന്റൽ ഡോക്ടർമാരും ആലോചിക്കും, അയ്യോ ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ പേഷ്യന്റ് പുളിപ്പ് പറയുമായിരുന്നില്ലല്ലോ എന്നും ആലോചിക്കുന്ന കേസുകളുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ അത് കണക്കാക്കി നമ്മൾ റൂട്ട് കനാൽ ചെയ്തു പോകുന്നത് ഒരു നല്ലൊരു പ്രക്രിയയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മളുടെ സിമെന്റിങ് പ്രോട്ടോകോളുകളും ക്രൗണിന്റെ ഫിറ്റും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോയി കഴിഞ്ഞാൽ അതിന് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില കേസുകളിൽ ഇപ്പം ഒരു വല്ലാണ്ട് പല്ല് മുമ്പിലേക്ക് തള്ളിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, ആ പേഷ്യന്റിന് ആ പല്ലിന് ക്രൗൺ വേണം, അത് പുറയിലേക്ക് സെറ്റ് ചെയ്ത് പല്ലുകൾ നല്ല നിരയിൽ ഒതുക്കി കളറൊക്കെ നന്നാക്കി ക്രൗൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ എലക്റ്റീവ് റൂട്ട് കനാൽ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ നമ്മൾ ചെയ്യുക. കാരണം തള്ളിയിരിക്കുന്ന പല്ല് നമ്മൾ പുറയിലേക്ക് വലിച്ച് അല്ലെങ്കിൽ നിരയാക്കി ക്രൗൺ ചെയ്യണമെങ്കിൽ പല്ലുകൾ കുറച്ച് കൂടുതൽ നന്നായിട്ട് ട്രിം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇനാമിലിന്റെ താഴത്തേക്ക് കൂടുതൽ ട്രിം ചെയ്ത് പോയി കഴിഞ്ഞാൽ പുളിപ്പ് വരുന്നത് സ്വാഭാവികമാണ്. ചില കേസുകളിൽ ഡോക്ടർ കൗശിക് പറഞ്ഞ പോലെ ചിലപ്പോൾ പൾപ്പ് എക്സ്പോഷർ വരെ ഉണ്ടാവാം. അതായത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് വരുമ്പോൾ പല്ലിന്റെ നടുക്കുള്ള പൾപ്പ് എന്ന് പറഞ്ഞ ടിഷ്യൂ എക്സ്പോസ്ഡ് ആയി വന്നാൽ വേദനയും പിന്നെ ഫ്യൂച്ചറിൽ പഴുപ്പും കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ എലക്റ്റീവ്, അതായത് കൂടുതൽ പല്ലുകൾ ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനുകളിൽ നമ്മളുടെ റൂട്ട് കനാൽ നല്ല പല്ലുകളിൽ, അതായത് വൈറ്റിലായിട്ടുള്ള പല്ലുകളിൽ നമ്മൾ റൂട്ട് കനാൽ പ്രോബ്ലി അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഒരു ചോദ്യം കൂടി ഉണ്ട് ഡോക്ടർ റൂപേഷിനോട്. താങ്കൾ ഒരു പല്ലിന് ക്രൗൺ ചെയ്തു റൂട്ട് കനാൽ ഇല്ലാതെ, ഒരു 6-7 വർഷം കഴിഞ്ഞ് ആ പല്ലിന് വേദന വന്നു, എന്ത് ചെയ്യും താങ്കൾ? എന്തായിരിക്കും അതിനുള്ള പരിഹാരം? അപ്പം ഒന്ന്, ഈ വേദനയ്ക്കുള്ള കാരണം എന്താണ് നമ്മൾ അറിയണം. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വേദന വരാൻ സാധ്യതകളില്ല. അപ്പം ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡയഗ്നോസ്റ്റിക് പ്രോട്ടോകോളുകളെല്ലാം നോക്കി, ഇപ്പൊ ഒരു എക്സ്റേ എങ്കിൽ എക്സ്റേ, അല്ലെങ്കിൽ ഒരു CBC ഉണ്ടെങ്കിൽ CBCT നോക്കി, ഇപ്പൊ നമ്മൾ അന്ന് പല്ല് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഡോക്ടർ കൗശിക് മുമ്പ് അവിടുത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു എക്സസ് കനാലോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ തള്ളി എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിലെന്തെങ്കിലും നിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ വേദനയുടെ കാര്യങ്ങൾ. അപ്പം
അങ്ങനെ ഒരു വേദന വന്നാൽ നമ്മള് അങ്ങനെ ഒരു എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡയഗ്നോസ് ചെയ്യുക. അതെ, അത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പൊ ഈ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കാണാറുണ്ട്, ഇപ്പൊ പേഷ്യന്റ് ഒരു പല്ലില് വേദന എന്ന് പറഞ്ഞു വരുന്നു, എസ്പെഷ്യലി ഒരു 8 കൊല്ലം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പല്ലുകള് നമ്മള് പേഷ്യന്റ് പെട്ടെന്ന് പറയുന്നത് എനിക്ക് ഈ പല്ലിൽ വേദന. എത്രയോ കേസുകളിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആ പല്ല് റൂട്ട് കനാൽ ചെയ്താലും പിന്നെയും പേഷ്യന്റ് പറയും എനിക്ക് ഡോക്ടർ ആ വേദന ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോ അടുത്ത പല്ല് റൂട്ട് കനാൽ ചെയ്യും, പിന്നെ അതിന്റെ അടുത്ത പല്ല് റൂട്ട് കനാൽ ചെയ്യും. അപ്പൊ ഇപ്പൊ ഈ ന്യൂറോ മസ്കുലർ ഡെന്റിസ്ട്രി അങ്ങനെയുള്ള കുറെ നൂതനമായിട്ടുള്ള കുറെ സ്റ്റഡീസ് ഉണ്ട്. പല 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 കാരണങ്ങളുണ്ടാവും പല്ലിന് വേദന വരും. ചില പല്ലുകളുടെ വേദന റെഫേർഡ് പെയിൻ എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. കാരണം അതിന്റെ കാരണം, അതിന്റെ ഹേതു വേറെ എവിടെയെങ്കിലും സംഭവിക്കുന്ന ഒരു കാരണമായിരിക്കാം. പക്ഷെ അത് റിഫ്ലക്ട് ചെയ്ത് വരുന്നത് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ പല്ലിന്റെ ആ ഏരിയയിലായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ക്രൗണിലൂടെ ഡ്രിൽ ചെയ്ത് റൂട്ട് കനാൽ ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയാണോ, അത് പല്ലിനെ വീക്കൻ ചെയ്യില്ലേ, ക്രൗണിനെ ഡാമേജ് ചെയ്യുന്നില്ലേ എന്നുള്ള ചില ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് രണ്ട് വിധത്തിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, പലപ്പോഴും എന്റെ റൂട്ട് കനാൽ സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഡോക്ടർ എനിക്കത് ക്രൗൺ ഊരി കിട്ടിയാൽ എനിക്ക് കുറെ കൂടി നന്നായിട്ട് ആക്സസ്, അതായത് പല്ലിലേക്കുള്ള ആക്സസ് അറിയാൻ പറ്റും. നമ്മൾ ഈ ഉണ്ടാക്കുന്ന വായിലിരിക്കുന്ന ക്രൗണിന്റെ ഘടന ചിലപ്പം ഒരു എൻഡോഡോണ്ടിസ്റ്റിന് അതിന്റെ ലാൻഡ്മാർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരിക്കില്ല. അതൊരു ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആ ക്രൗൺ ഉണ്ടാക്കിയാൽ അയാളുടെ ഭാവനയിൽ പണിതെടുത്ത ഒരു സ്ട്രക്ചറാണ്. അപ്പൊ പലപ്പോഴും ആ ഒരു കാരണം എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട്, നമ്മൾ ഈ ക്രൗണിൽ കൂടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, എപ്പോഴും ഒരു പുതിയൊരു ക്രൗൺ, ഒരു ഡാമേജ്ഡ് പ്രോപ്പർട്ടി എപ്പോഴും ഒരു ഡാമേജ് പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ഏരിയകളിൽ എക്കണോമി അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ഈ ചെറിയ ആക്സസ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ആ ക്രൗൺ നമ്മൾ അതിന്റെ മുകളിൽ ഒരു കോമ്പോസിറ്റ് ഫില്ലിംഗ് ചെയ്താൽ നിലനിൽക്കും. പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഡോക്ടർ പ്രശാന്ത് ചോദിച്ചതിന് ഒരു ഉത്തരം, ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു മെറ്റൽ ബേസ്ഡ് ക്രൗൺ ആണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഈ പെർഫറേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഒരു പരിധി വരെ അത് സർവൈവ് ചെയ്തൊക്കെ പോകും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. അതേസമയം നമ്മൾ ഈ സെറാമിക് പോലുള്ള ക്രൗണുകൾക്ക് ആക്സസ് ഓപ്പണിംഗ് നമ്മൾ സെറാമിക് കൂടി ഡ്രിൽ ചെയ്യുന്ന സമയത്ത് ഈ സെറാമിക്കിന്റെ സൈഡിലേക്കെല്ലാം കുറെ ക്രാക്കുകൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് ഇമ്മീഡിയറ്റ്ലി ചിലപ്പം ആ പല്ല് പൊട്ടണമെന്നില്ല, പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ ആ ആക്സസിന്റെ ആ ഡ്രില്ലിങ്ങിന്റെ ഇത് കാരണം പല്ല് ചിലപ്പോൾ ഫ്രാക്ചർ ആവാം. അപ്പൊ സെറാമിക് ക്രൗണുകളിൽ പ്രോബ്ലി ഞാൻ ഈ പ്രൊസീജിയർ സജസ്റ്റ് ചെയ്യില്ല. മെറ്റലിന്റെ ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഓക്കെ. വളരെ ഭംഗിയായിട്ട് ഡോക്ടർ രൂപേഷ് നമുക്ക് ക്രൗൺ ചെയ്ത അവസ്ഥകളിൽ വേദന വന്നാൽ ചെയ്യാവുന്ന റൂട്ട് കനാലിനെ കുറിച്ച്, ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചും റൂട്ട് കനാലിന്റെ പോസിബിലിറ്റിയെ കുറിച്ചും പറഞ്ഞു തന്നു. വളരെ ഉപകാരം ഡോക്ടർ രൂപേഷ് ആൻഡ് ഡോക്ടർ കൗശിക്. അപ്പോൾ റൂട്ട് കനാലുകളെ കുറിച്ച് ഒട്ടനവധി വീഡിയോ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ഫ്യൂച്ചറിൽ കൂടുതൽ റൂട്ട് കനാൽ സംബന്ധിച്ച് തന്നെ പല ചോദ്യങ്ങളും നമുക്ക് ഈ നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 എന്നുള്ള നിലയ്ക്ക് ഇനിയും കുറച്ചുകൂടി വീഡിയോസ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനകം ധാരാളം കാര്യങ്ങൾ റൂട്ട് കനാൽ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഉള്ളതെല്ലാം കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും മറുപടികൾ തരുന്നതാണ്. ഈ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക മറക്കരുത്. നന്ദി, നമസ്കാരം.